അപ്പോൾ നമുക്കൊരു മാങ്ങച്ചാർ ഇട്ടാലോ. നല്ല പച്ചമാങ്ങ, കണ്ണിമാങ്ങയാണ് കേട്ടോ, ചെറിയ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് അച്ചാറിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല എണ്ണയിൽ വാട്ടിയെടുക്കണം. സാധാരണ എല്ലാവരും അച്ചാറിടണ പോലെ തന്നെയാണ് കേട്ടോ ഞാനും അച്ചാറിടുന്നത്. അപ്പം ഞാനിടണ രീതിയൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വരണം. കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണമാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. അപ്പോൾ ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം. നല്ല അച്ചാർ പൊടി ഇട്ടല്ലേ. മുളക് പൊടിൻ്റെ നല്ല പച്ചമണമാണ് മാറണം കേട്ടോ. എന്നിട്ടേ നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ കടുകും ഉലുവയും പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കടുകിൻ്റെ ഉലുവൻ്റെ നല്ല വറുത്ത് പൊടിച്ച് വെച്ചതാണ്. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ മാങ്ങ വേവിക്കണില്ല കേട്ടോ. അല്ലേതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റവ് ഓഫാക്കി വെക്കുകയാണ്. എന്നിട്ടിനി സുർക്കയിൽ കിടന്നിട്ട് ഇരുന്നാവണത്. അപ്പോഴാണ് ഇതിന് രുചി കൂടുക. നമ്മൾ വേവിച്ചിട്ടും പിന്നെ സുർക്കയിൽ ഇരുന്നിട്ടും ആവണതിന് രണ്ട് രുചിയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാവുമ്പോൾ നല്ല വേറെ രുചിയാണ് കേട്ടോ. അപ്പോൾ അത് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറി ബാക്കി വന്ന കടുക്